നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 11-ാം ദിവസം. ഇന്ന ദിവസം സഹന സഭയിലുള്ള ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം വേർവിട്ടു പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. സമാധാനത്തിൽ വിട്ടയക്കപ്പെട്ടവർ, നിരാശയിൽ മരണപ്പെട്ടവർ, ഏതെങ്കിലും വിധത്തിൽ ദുർമരണം സംഭവിച്ചവർ, ആരും നോക്കാനും അന്വേഷിക്കാനുമില്ലാതെ രോഗത്തിലും അവഗണനയിലും നിരാശയിലും മരണപ്പെട്ടവർ, മരണാനന്തരം ആരും ഓർക്കാനും പ്രാർത്ഥിക്കാനും ഇല്ലാത്തവർ, ഇങ്ങനെയുള്ള എല്ലാ ആത്മാക്കളെയും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ ഏറ്റവും കരുണയുള്ളവനും പിതാവുമായ യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നും ഞങ്ങളായിരിക്കുന്ന ജീവിതാന്തസ്സിൽ നിന്നും മരണം മൂലം വേർവിട്ടു പോയ എല്ലാവർക്കും നിത്യവിശ്രമം അരുളണമേ എന്ന് അങ്ങയുടെ വത്സലതാതനും ഞങ്ങളുടെ പിതാവുമായ മാർ യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. കണ്ണലടച്ച് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രത്യേകമായി ഇന്ന ദിവസം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം. പങ്കാളികൾ, മക്കൾ, മാതാപിതാക്കന്മാർ, ഉപകാരികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി പ്രാർത്ഥിക്കാം. ഉണ്ണിമിശിഹ പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ബാലകനെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യ ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനും യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിനും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.